Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരുടെ പാരൻസിനായിട്ടുള്ള വീഡിയോ ആണിത്. ത്രൂ ഔട്ട് കാണുക. കാരണം ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഇനി അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് അല്ലെ, അവരുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്കാണ് അവരിനി കടക്കാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കതിനെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ പറ്റണം. ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമുക്കും വേണം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും അത് തന്നെയാണ്. +2 കഴിഞ്ഞാലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെ അതിലേക്ക് എത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ബേസിക്കലി ഏറ്റവും ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ട് എങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ട്, അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് എക്സാംസ് ഉണ്ട്. സോ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. സോ അത് പോയിന്റ് നമ്പർ 1. ഇനി അതുപോലെ തന്നെയാണ് കുറച്ചു പേർക്ക് അഡ്വക്കേറ്റ്സ് ആവണം അല്ലെ, അല്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ പല പാരന്റ്സിനും അറിയില്ല അതിന് എൻട്രൻസ് എക്സാംസ് ഉണ്ട് എന്നുള്ളത്. ആക്ച്വലി അതിന് നമുക്ക് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ലോ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാനും അവിടുന്ന് LLB കഴിഞ്ഞ് ഇറങ്ങാനുമുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. ഡിസംബറിലാണ്, 2026 ഡിസംബർ 6-ാം തീയതിയാണ് ഇപ്പോൾ ക്ലാറ്റിന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് കേരള ലോ എൻട്രൻസ് എക്സാം. കേരളത്തിലുള്ള ലോ കോളേജസിൽ പഠിക്കണമെങ്കിൽ നമുക്ക് കേരള ലോ എൻട്രൻസ് എക്സാം എഴുതിയെടുക്കേണ്ടതാണ്. അതിപ്പോൾ ഓൾറെഡി ജൂണിൽ കഴിഞ്ഞു. അടുത്ത എക്സാം അടുത്ത മെയിലും ജൂണിലുമായിട്ടാണ് നടക്കുക. അതുകൂടാതെ AILET ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യയിലെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള മികച്ച യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ്. SLAT സിംബയോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റും ഈ പറയുന്ന പോലെ തന്നെ നമ്മളുടെ ലോ എൻട്രൻസ് അല്ലെങ്കിൽ ലോ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള മറ്റൊരു നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ്. ഓക്കെ, സോ ഇത് 4ആണ് നമ്മുടെ ലോ എൻട്രൻസ് എക്സാം വരുന്നത്. ഇനി ഇത് രണ്ടും അല്ലാതെ കുറച്ചധികം കുട്ടികൾ UG അല്ലെങ്കിൽ നമ്മളുടെ BSc BCom BA ഇങ്ങനെയുള്ള മേഖലയിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്, നിയറസ്റ്റ് കോളേജിൽ ജോയിൻ ചെയ്യും, നമ്മളുടെ അടുത്തുള്ള കോളേജിൽ മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, അവിടെയും അവർക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, CUET എൻട്രൻസ് എക്സാം. അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഫോർ എക്സാമ്പിൾ ബനാറസ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ നമുക്ക് ഈ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഡിഗ്രി നമുക്ക് പെർസ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET എന്ന് പറയുന്നത്. എന്തായിരുന്നു? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പല പാരന്റ്സിനും ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് എക്സ്പോഷർ ആണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഏറ്റവും മികച്ച സൗകര്യം, ഏറ്റവും മികച്ച അധ്യാപകർ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പല പാരന്റ്സിനും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് നമ്മളുടെ ഡിസൈൻ മേഖലയിൽ NIFT ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ UCEED ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ ഉണ്ട്. ഇതുകൂടാതെ NDA ഉണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വറിയാണ് ഈ CUET എന്താണ്, അല്ലെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ, കേരളത്തിൽ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവരിലേക്ക് വേണ്ടിയിട്ട് എന്താണ് CUET എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. CUET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അതായത് ഇന്ത്യയിലുള്ള നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് എന്താ പറയുക, അഡ്മിഷൻ നമുക്ക് CUET എന്ന എൻട്രൻസിലൂടെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അതാണ് CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് പാത്വേ തന്നെയാണ്. ഇനി എപ്പം മുതൽ നമ്മൾ കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കണം? നമുക്കറിയാം നമ്മളുടെ എന്താ പറയുക, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡിലേക്ക് കുട്ടികൾ പോകാനായിട്ട് +1 മുതലേ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളുണ്ട് അല്ലെ. അങ്ങനെയാണ് പോകേണ്ടതും.
അതേപോലെ തന്നെയാണ് CUET എന്ന് പറയുന്നത്. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയാലുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ CUET എൻട്രൻസ് എക്സാമിന് വേണ്ടി കുട്ടികൾ +1 മുതലേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 ആവട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ +1ൽ തന്നെ കുട്ടികൾ ഏകദേശം ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും എങ്ങോട്ട് പോകണം എന്നുള്ളതിൽ. സോ ആ ഫോക്കസിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഇൻപുട്ട് കൊടുക്കാം. അതുവഴി അവരുടെ +2 പഠനത്തിനും ഭയങ്കര ഒരു ഇൻപുട്ട് കിട്ടും. അതായത് ഈ പഠിക്കുന്ന ടോപ്പിക്സ് തന്നെ നമുക്ക് +2ലുണ്ട്. സോ അവിടെ ആ +2 ടോപ്പിക്സും നമുക്ക് അവിടെ തറവാവുകയാണ്. നമ്മൾ പൊതുവേ നമ്മുടെ നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് സയൻസ് എക്സാമിന് പോകുന്ന കുട്ടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരവരുടെ എൻട്രൻസ് എക്സാം മാത്രമല്ല അവരെന്തും കൂടി കൊണ്ടുപോകുന്നുണ്ട്, അവരുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷനും കൂടിയാണ് ഇതിനോടൊപ്പം കൊണ്ടുപോകുന്നത്. സോ അതേ പാറ്റേണിൽ തന്നെയായിരിക്കണം നമ്മൾ CUETക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം CUET എന്തുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ ചുറ്റുപാട് അന്വേഷിക്കുമ്പോൾ CUET ക്രാക്ക് ചെയ്ത കുട്ടികളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, അല്ലെ? ക്രാക്ക് ചെയ്യുന്നില്ല കുട്ടികൾ, വെറുതെ കൂടെ ഫ്രണ്ട്സ് പോകുന്നു എഴുതുന്നു എന്നല്ലാതെ അത് ക്രാക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? വളരെ കൃത്യമായിട്ടുള്ള ഒരു കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് എന്താ പറയാ, +2 കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വെറുതെ പോയി എക്സാം എഴുതുന്ന കുട്ടികൾ ഒരുപാട് പേരാണ്. സോ +2 കഴിഞ്ഞിട്ടല്ല ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ കോൺസെപ്ച്വൽ അനാലിസിസ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. സോ ആദ്യത്തെ പോയിന്റ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ബോർഡ് +CUET ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. രണ്ടിനെയും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം CUET പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാംസ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള സമയം കിട്ടാതിരിക്കുന്നില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യുന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ബോർഡ് എക്സാമിനെയും കൂടി അത് സപ്പോർട്ട് ചെയ്യും. കാരണം CUET പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവാണ്. അതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് എക്സാമിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി സിലബസ് അത്യാവശ്യം നമുക്കുണ്ട്, അത് കവർ ചെയ്യാനുള്ള ഒരു കുറഞ്ഞ സമയത്തിലായിരിക്കും നമ്മൾ ആലോചിക്കുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. സോ സിലബസ് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസും കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിവിഷനും മോക്ക് ടെസ്റ്റും നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പലപ്പോഴും കുട്ടികൾ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതാറില്ല, വെറുതെ പഠിച്ചു പോകും. അങ്ങനെയല്ല, നമ്മൾ ഏത് പരീക്ഷയ്ക്കും ഏതൊരു മത്സര പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും കുറച്ചധികം മോക്ക് എക്സാംസ് നമ്മൾ എഴുതി നോക്കണം. എന്നാൽ മാത്രമേ ടൈം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴാണ് നമുക്ക് CUET പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ഏറ്റവും റൈറ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ +1 സമയത്ത് തന്നെയാണ്. കാരണം +1 എന്ന് പറയുമ്പം അവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റിന് ഒരു ഫൗണ്ടേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ CUET ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലിന്റെ ഫൗണ്ടേഷനും നമ്മൾ CUET പ്രിപ്പറേഷൻ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ്. ഇനി അതുപോലെ തന്നെ +2ലേക്ക് കയറുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറി അവിടെ നമ്മൾ ഇന്റൻസീവ് പ്രിപ്പറേഷൻ ആണ് വരിക. അവിടെ മോക്ക് എക്സാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കംപ്ലീറ്റ് ഒരു ക്യാപ്സുലേറ്റഡ് പഠനമായിരിക്കും നമ്മൾ അവിടെ ചെയ്യുക. സോ അവിടെ എന്ത് വരും? ഇന്റൻസീവ് പ്രിപ്പറേഷൻ ആണ് നമുക്ക് ആ +2ൽ വരിക. +2 കഴിഞ്ഞോണ്ട് നമുക്കറിയാം മാർച്ചോട് കൂടി നമ്മുടെ +2 എക്സാംസ് കഴിയും. പിന്നെ അങ്ങോട്ട് നമുക്ക് എക്സാംസ് ആയിട്ടും ക്വസ്റ്റ്യൻസിനെ ഫെമിലറൈസ്ഡ് ആയിട്ടും PYQs ആയിട്ടും ഒക്കെ നമ്മളുടെ കുട്ടികളെ അത്രയും റിഗറസ് ആയിട്ടുള്ളൊരു കോച്ചിങ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അവർക്ക് CUET ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും കുട്ടികൾ +2 കഴിയുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് ഒരു 2 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുന്ന എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ മടിയാവാറുണ്ട് എന്നുള്ളത്, അല്ലെ? സോ അതിലേക്ക് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവരെ ഈ ഒരു കോച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ഒരു എന്തൂസിയാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇതിന്റെ പഠന സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ +1 സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? +1 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് +1ന്റെ സിലബസ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോവേണ്ടതും. അവർ ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക, കാണാതെ പഠിക്കുക എന്നുള്ളതിന് ഉപരി കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക. ഇനി ബേസിക് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഈ ഒരു പരീക്ഷയ്ക്കെന്നല്ല, നമ്മൾ പിന്നീടുള്ള ഏതൊരു പരീക്ഷയ്ക്കും കുട്ടികൾ എന്ത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയുന്നത്. സോ അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കുട്ടികളിലേക്ക് ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണം. +1ൽ അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി കറണ്ട് അഫയേഴ്സ്, പത്രം വായിക്കാൻ കുട്ടികളെ നമ്മൾ നിർബന്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അതിന്റെ പ്രാധാന്യം പലപ്പോഴും അറിയില്ല.
പക്ഷെ പത്രം വായിക്കണം. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു ഹാബിച്വൽ ആയിട്ട് പത്രവായനയിലൂടെ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ ഇംബൈബായി കയറേണ്ട ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ അതിനൊറ്റ ഒരു വാക്കേ ഉള്ളൂ, പത്രം ഡെയിലി സമയമെടുത്ത് വായിക്കുക. വെറുതെ വായിക്കുകയല്ല, സമയം കുറച്ചെടുത്ത് വായിക്കുക. ഇനി തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വൊക്കാബുലറിയും കോംപ്രിഹെൻഷനും ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ ക്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള ലോ എൻട്രൻസ് എക്സാം. ഇവിടെ കൂടുതൽ കോംപ്രിഹെൻഷൻസ് ആണ്. സോ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പം അത് മിനിമൽ ടൈമിൽ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതുക എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി. നമുക്ക് വൊക്കാബുലറി സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ വായിച്ച് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള സ്കില്ലും കൂടി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരണം. സോ ഇങ്ങനെയുള്ള ഈ ഒരു 3 ഏരിയാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡും കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും നമ്മൾ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചാൽ അവിടെ പകുതി പണി കഴിയും. ഏതൊരു പരീക്ഷയ്ക്കും അവിടെ പകുതി പണി അവിടെ കഴിയും. ഇത് CUET-ക്ക് എന്നല്ല, എന്തിനും പാരൻസ് കുട്ടികളെ ഫോക്കസ് ചെയ്യിച്ച് നടത്തിക്കേണ്ട ഒരു 3 ഏരിയാസ് തന്നെയാണ് ഈ പറയുന്നത്. ഇനി അതുപോലെ തന്നെ റെഗുലർ പ്രാക്ടീസ്, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സോൾവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ അഡോളസെന്റ് ഏജിലാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രായമല്ല എങ്കിൽ പോലും നമുക്ക് നൈസായിട്ട് അവരപ്പോൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എപ്പോഴെങ്കിലും അവർ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ അവർക്ക് കണക്ട് ചെയ്യാനും പറ്റും. +2 എത്തുമ്പോൾ നമ്മുടെ NCERT ഫൗണ്ടേഷനും ഫോക്കസും ഒക്കെ മാറിക്കഴിഞ്ഞ് സിലബസിലേക്ക് ശ്രദ്ധിക്കണം. CUET-യുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു ഡൊമൈൻ സബ്ജക്ട്, അതായത് ഇപ്പം എനിക്ക് ചൂസ് ചെയ്യാൻ, ഇപ്പം ഞാൻ ഫിസിക്സ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അവരുടെ നോംസിൽ പറയും, നീ ഫിസിക്സ് ഇവിടെ പഠിക്കണമെങ്കിൽ നീ ഇന്ന പേപ്പേഴ്സ് ആണ് CUET-യിൽ എഴുതേണ്ടത്. എല്ലാവർക്കും ഒരേ എക്സാം അല്ല. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അനുസരിച്ച് എൻ്റെ പേപ്പറുകൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മാത്രമല്ല തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി അനുസരിച്ച് എൻ്റെ പേപ്പറുകൾ വ്യത്യാസം വരും. സോ ഞാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഡൊമൈൻ സബ്ജക്ട് നോളേജ് ബിൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. പിന്നെ ലാംഗ്വേജ് പ്രിപ്പറേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ടെസ്റ്റ് പ്രിപ്പറേഷൻ, PYQs, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ കൊണ്ടുപോവാണ് നമ്മൾ +2 ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു ടൈം ലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. +1 നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, +2 അതിന്റെ സിലബസ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എക്സാമിന് മുമ്പ് PYQ, മോക്ക് ടെസ്റ്റ് കൊണ്ടുപോവുക, ഫൈനൽ ഫേസിൽ നമുക്കൊരു റിവിഷനും എക്സാം സ്ട്രാറ്റജിയും ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് CUET നമ്മുടെ കുട്ടികൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ മുന്നിലേക്കുള്ളത്. അതിനാദ്യം പാരൻസ് അവെയർ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരൻസിലേക്ക് എത്തിക്കാനും കുട്ടികളുടെ കരിയറിന് വേണ്ടിയിട്ട് അവർക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ തീർച്ചയായിട്ടും അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങൾക്ക് സൊല്യൂഷൻ തരാനും സാധിക്കും. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമാവുക. മാത്രമല്ല കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ CUET ലോ എൻട്രൻസ് എക്സാം, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലീയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച റിസൾട്ടാണ് നമുക്ക് ക്ലീയിൽ നേടാൻ സാധിച്ചത്, ഏറ്റവും മികച്ച റിസൾട്ട്. സോ ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ നമ്മുടെ ക്ലീയുടെയും ക്ലാറ്റിന്റെയും ഒക്കെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CUET-യുടെയും ലോങ് ബാച്ച് നമുക്ക് സയൻസ് വിഷയങ്ങൾക്കും കൊമേഴ്സ്, എക്കണോമിക്സ് എല്ലാ വിഷയങ്ങൾക്കുമായിട്ടുള്ള ലോങ് ബാച്ചസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ 9249089280 ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സിന്റെ കാര്യം മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.